പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ ഒരു ഏപ്രിൽ 9 വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികള്, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവര്, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പ് സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ഒരു ഭൗതിക സാഹചര്യമുണ്ട്, ഭൗതിക സാഹചര്യമില്ലാത്ത വിശ്വാസവുമുണ്ട്. ഈ വിശ്വാസം തന്നെ പലതരത്തിലുണ്ടെന്ന് നമ്മൾ പറയുന്നാലും നമ്മുടെ ജീവിതത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭൗതിക സാഹചര്യമുള്ള ഒരു വിശ്വാസമുണ്ട്, ഭൗതിക സാഹചര്യമില്ലാത്ത വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഇങ്ങനെ ഇത് നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ്. നമ്മൾ വിശ്വാസത്തിന് ഇടയ്ക്ക് ചില സമയത്ത് ആത്മവിശ്വാസം കയറി വരും. വിശ്വാസം ഉണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും. എന്നിട്ട് ആത്മവിശ്വാസം ചില സമയത്ത് വിശ്വാസത്തെ ഡയല്യൂട്ടാക്കി കളയും. ഉദാഹരണത്തിന്, നീ ഒരു B2 എക്സാം എഴുതിയെന്ന് വിചാരിച്ചോ. അപ്പം നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ നിനക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്താണ്? മൊഡ്യൂൾസ് എല്ലാം ക്ലിയർ ചെയ്തല്ല എന്നുള്ള ആത്മവിശ്വാസം. നന്നായിട്ട് സംസാരിച്ചു, നന്നായിട്ട് എഴുതി, നന്നായിട്ട് റീഡ് ചെയ്തു. അതുപോലെ എന്ത് വിഷയത്തിനായാലും എല്ലാ വിശ്വാസങ്ങൾക്കും ഇടയിൽ ഒരു ഭൗതിക സാഹചര്യം ഉണ്ട്. ആ ഭൗതിക സാഹചര്യമാണ് നമുക്ക് ആത്മവിശ്വാസം തരണത്. ആത്മവിശ്വാസം ചില സമയത്ത് വിശ്വാസത്തെ ഡാമേജ് ആക്കും, ഉപദ്രവിക്കാൻ തുടങ്ങും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലക്ക് വിശ്വാസത്തിന് ഭൗതിക സാഹചര്യം ഇല്ലെങ്കിൽ വിശ്വാസം വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. കർത്താവ് പണ്ട് 10 ദിവസം കൊണ്ട് പറഞ്ഞില്ലേ, ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ ഇല്ലേ? അപ്പോൾ 10 ദിവസം പറഞ്ഞ് കർത്താവിൻ്റെ കമാൻഡായിരുന്നു. പക്ഷെ ദൈവം കൽപ്പിച്ചതാണെങ്കിലും 10 ദിവസം ഒരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു. എന്താ കാര്യം? ഭൗതിക സാഹചര്യമില്ല. ഈ പറഞ്ഞ ദൈവകൽപ്പന ആണെങ്കിൽ പോലും അത് നടക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളില്ല. എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ലൂക്കാ 5:4. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു. അപ്പൊ ശിമയോന് അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു ആത്മവിശ്വാസം ഇല്ല. എന്താ കാര്യം? ആത്മവിശ്വാസത്തിന് പറ്റിയ ഭൗതിക സാഹചര്യമില്ല. അതുകൊണ്ടാണ് ശിമയോൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇതാണ് സാധനം, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഒരു മനാമസോടെ മടുപ്പാ ഭയങ്കര. ഇപ്പൊ ചിലർക്ക് പറയല്ലേ, പ്രാർത്ഥിക്കാൻ മടുപ്പെന്ന് പറയല്ലേ. ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ മടുപ്പുണ്ടല്ലോ. അതിന്റെ കാര്യം എന്താണ്? ഈ ഭൗതിക സാഹചര്യം. ഇപ്പൊ നിങ്ങൾ എഴുതിയ പരീക്ഷ ഫ്ലോപ്പാണെന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങളോട് അമ്മ പറയും, മോളെ പ്രാർത്ഥിക്കും മോളെ. പക്ഷെ നിങ്ങൾക്കൊരു മടുപ്പുണ്ട്. എന്താണ്? നിങ്ങൾക്കറിയാം 2 ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്, 20 മാർക്കിന് 2 ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭൗതിക സാഹചര്യം നിങ്ങൾക്ക് എതിരാണ്. അപ്പം അതുകൊണ്ടാണ് ഈ മടുപ്പ് വരുന്നത്. എന്താണ്? നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രത്യേകിച്ച് പ്രയോജനം? അതാണ് മടുപ്പ് വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ പ്രേയറിൽ മടുപ്പ് വരേണ്ട കാര്യമില്ല. ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിലും മടുപ്പ് വരേണ്ട കാര്യമില്ല. അത് ശമയോൻ, അത് ഈ ഉടമ്പടിയുടെ ഗ്രേറ്റ്നെസ് അതല്ലേ. അതുകൊണ്ട് ശമയോൻ പറഞ്ഞത് എന്താണ്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പം മടുപ്പാണ്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ഭൗതിക സാഹചര്യത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ഭൗതികമായിട്ടുള്ള കറക്റ്റ് വിഷയങ്ങൾ, രണ്ടാമത്തത് എന്താണ്? കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ. അതാണ് 10 ദിവസം പറയണത്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് കടലിൽ മീനില്ല, കിട്ടാൻ സാധ്യതയില്ല, മടുപ്പാണ്. പക്ഷെ മടുപ്പാണെങ്കിലും ഒരു ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മവിശ്വാസം ഭൗതിക സാഹചര്യത്തിലല്ല, കർത്താവിൻ്റെ വചനങ്ങളിലാണ്. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഇത്രയും കത്താൻ കാര്യം വെച്ചാൽ, ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത്?
നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്രഖ്യാപിത പ്രിൻസിപ്പിൾ എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എപ്പോഴും മറന്നു പോരുന്നത്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ട്. അതാണ്. അപ്പം കൃപയെന്നുള്ള സംഭവം അവിടെ നിൽക്കുന്നുണ്ട്. കൃപയെന്നും പറഞ്ഞ സംഭവം. ഇപ്പോൾ ഞങ്ങളെ ഉടമ്പടിയിൽ നിങ്ങളെ ട്യൂട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഒരു അഡ്രസ്സ് ചെയ്യത്തില്ല. നിങ്ങളെന്ന് വെച്ചാൽ അമിതമായിട്ട് ആ ഭൗതിക സാഹചര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരാളിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, 74 എന്നൊരു നമ്പർ മാതാവ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അയാളുടെ സാക്ഷ്യം പറഞ്ഞത്. അങ്ങനെ അയാളുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനതൊക്കെ ഓർക്കണത്. അപ്പോഴേ ഇന്നിപ്പോൾ 8-ാം തീയതിയല്ലേ, ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ 8-ാം തീയതിയാണ്. അപ്പോൾ ഇന്നലെ അയാൾ കയറിപ്പോയി. ഇന്നലെ ഏതാണപ്പാ? മാതാവ് പറഞ്ഞ 7/4 ഏപ്രിൽ മാസം 4-ാം മാസം 7-ാം തീയതി. ഇന്നലെ അയാൾ കയറിപ്പോയി. അപ്പം അമ്മ പറഞ്ഞ 74 എന്ന് പറഞ്ഞാൽ അതാണത്. അപ്പം അതിന് അയാൾ പറഞ്ഞ വേറെ കാര്യമുണ്ട്. അയാളുടെ വീടോ സ്ഥലം എടുക്കുന്നതിന് അയാൾക്ക് ഒരു മാർഗ്ഗവും ഇല്ല. ശരിക്കും ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. അയാൾക്ക് പരിചയമില്ലാത്ത ഒരാൾ 5 ലക്ഷം രൂപ കൊടുത്തയാൾക്ക്. ആ സാക്ഷി. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങളെ ചിലർ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ദൈവ അവിശ്വാസികളുടെ ഒരു രീതി അതാണ്. അവർ വിശ്വസിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളിലാണ്. ഇപ്പം നമ്മൾ ജ്ഞാനസ്ഥാനപ്പെടുത്തുമ്പോഴേ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആയിരുന്നു ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു കൊട്ടേഷൻ കണ്ടായിരുന്നു. നിങ്ങൾ സഭയോട് എന്താവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനസ്ഥാന സമയത്ത് പറയും, ഞാൻ സഭയോട് ജ്ഞാനസ്ഥാനം ആവശ്യപ്പെടുന്നു. അപ്പം ജോൺ പോൾ മാർപ്പാപ്പ പറയവേ, ജ്ഞാനസ്ഥാനമല്ല ആവശ്യപ്പെടണത്, സഭയോട് എന്നെ വിശുദ്ധനാക്കാൻ ആവശ്യപ്പെടുകയാണെന്ന്. ഞാൻ തന്നെ ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിപ്പോയി. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ നീ സഭയോട് ആവശ്യപ്പെടുന്നത് എന്താണ്? വിശുദ്ധയാക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു മാർഗമാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ ജ്ഞാനസ്ഥാനത്തിൽ നമ്മളോട് നമ്മൾ വൈദികൻ ചോദിക്കണത് എന്താണ്? അപ്പം അതിൻ്റെ അകത്ത് വരുന്നത്, മുതിർന്നവരുടെ ജ്ഞാനസ്ഥാനത്തിൽ വൈദികൻ ചോദിക്കുന്നത് സഭയോട് നിങ്ങൾ എന്താവശ്യപ്പെടുന്നു? അപ്പം അവരോട് പറയും, സഭയോട് വിശ്വാസം ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്ന ഉത്തരം. അപ്പം വിശ്വാസം എന്ന് പറയുമ്പോൾ സഭയുടെ വിശ്വാസം പത്രോസിൻ്റെ വിശ്വാസമാണ്. എന്താണ്? പത്രോസ് കട്ടൻ ചായക്ക് കാരണമില്ലാഞ്ഞ കാലത്ത് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കയറി പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടുമ്പോൾ പറയണൊരു വിശ്വാസം, അല്ലെങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് കൈ നീട്ടും. അപ്പം പത്രോസ് പറയും, പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണത്. എനിക്കുള്ളത് ഞാൻ തരുന്നു, നിനക്ക് തരുന്നു. നസ്രായന യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറയും. അപ്പം സഭയുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണത്? അത് പൊന്നും വെള്ളിയും ഭൗതിക സാഹചര്യങ്ങളാൽ അലങ്കൃതമല്ല. അത് വിശ്വാസത്തിൻ്റെ അലങ്കാരങ്ങളെന്ന് പറയും. അത് നമുക്ക് വേറൊരു ദിവസം കാണാം. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യണത്? വിശ്വാസം അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒത്തു വന്നില്ലെങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം, വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. കർത്താവ് നിങ്ങളെ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.